കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ടാറ്റയുടെ ടിഗോറാണ്. 2017 മോഡൽ വണ്ടി, 27,000 കിലോമീറ്റർ മാത്രം വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഒറിജിനൽ കിലോമീറ്ററാണ്, കമ്പനി സർവീസ് വന്നിരിക്കുന്ന വണ്ടി. യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ലാത്ത പുത്തെന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം. ആ രീതിയിലിരിക്കണം ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു സെഡാൻ വാഹനമാണ് അന്വേഷിച്ച് നടക്കണമെങ്കിൽ നമ്മൾ ഡിസയറിലേക്കോ അല്ലെങ്കിൽ അമേസിലേക്കൊക്കെ പോകണേക്കാൾ നല്ലത് നമുക്ക് ടാറ്റയുടെ ഈ ഒരു വണ്ടി സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയുള്ള ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. കാര്യമായിട്ടുള്ളൊരു പൈസ കൊടുക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഡിസയറൊക്കെ 2017 ചോദിച്ചുകൊണ്ടെങ്കിൽ ലക്ഷങ്ങളായിരിക്കും വില. പക്ഷേ ഇതിനൊക്കെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് റേറ്റ് കുറവാണ്. അപ്പോൾ എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻഡിൽ പറയാം. അതിനൊക്കെ മുമ്പ് നമുക്ക് ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ വന്നേക്കണ ടാറ്റയുടെ ടിഗോർ ഉണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഈ ഒരു ടാറ്റയുടെ ടിഗോറാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 2017 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 17 മോഡലാണെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള ഓട്ടോ ഒന്നും നമുക്ക് ഈ വാഹനം വരുന്നില്ല. ഇത് ജസ്റ്റ് 27,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിക്കണ നല്ല കലക്കൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് വാഹനം. പിന്നെ ഫുൾ ഓപ്ഷനാണ് XZ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്കിവിടെ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലും വേണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സെഡാൻ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സവിശേഷതകൾ നമുക്ക് ഈ വാഹനത്തിനകത്ത്. ഇത് ഒന്നാമത് നല്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് കൂടി വന്നേക്കുന്ന വണ്ടിയാണ്. പിന്നെ നല്ല ബോഡി സ്ട്രെങ്ത്താണ്. അത് നമ്മൾ ഡോറൊക്കെ തുറക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ടാറ്റയുടെ ആ ഒരു ചേഞ്ച് ഉണ്ടായല്ലോ, ആ ചേഞ്ചിനകത്ത് ഫസ്റ്റ് ജനറേഷനിൽ വന്നേക്കുന്ന വാഹനങ്ങളാണ് ഈ ഒരു ടിഗോറും ബോൾട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒന്ന് ക്ലോസ് ലുക്കിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് ഓപ്ഷൻ വന്നേക്കണം. വണ്ടി നല്ല ക്ലാസ് ആയിട്ട് കിടക്കുന്ന നല്ല കലക്കം വണ്ടിയാണ് ഈ കാണുകൊണ്ടിരിക്കുന്നത് ടിഗോർ. ഇനി നമുക്ക് വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്ക് പോയേക്കാം. വീലാർസിലേക്ക് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പുകൾ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. കമ്പനി ഒറിജിനൽ അലോയ് വീൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. വിൻഷീൽഡ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് താഴേക്ക് വരണമെങ്കിൽ ലാമ്പ് നോക്കാം. ലാമ്പായാലും പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. താഴെ നമുക്ക് ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ലാമ്പായാലും നീറ്റായിട്ട് നിൽക്കുന്ന ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡിൽ നമുക്കിവിടെ മിറേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 ഡോറും നോക്കാം. 2 ഡോറും വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസും നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ നമുക്കിനി ബാക്കിലെ ടയേഴ്സിലേക്ക് വരാം. വീലാർസും ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഷോ ആയിട്ട് നമുക്കിവിടെ സ്പോയിലേഴ്സ് കാണാം. സ്പോയിലേഴ്സ് പറയാനില്ല, പക്ഷേ ഇവിടെ നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീഫോക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ലിഡ് നോക്കാം. ലിഡും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. ടിഗോറിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ ബമ്പേഴ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും പക്ക കണ്ടീഷനിലേക്ക് വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ അലോയ്സ് കിട്ടുന്നുണ്ട്. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. മൊത്തത്തിൽ ഒരു ഡാർക്ക് തീമിനാണ് ഇൻറ്റീരിയേഴ്സിന് ഡോർ പാഡ്സ് പോയത്. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സും വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവേഴ്സൊക്കെ നല്ല ബ്രാൻഡ് ന്യൂ സീറ്റ് കവേഴ്സ് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇവിടെ വരുമ്പോൾ നമ്മളൊരു ചെറിയ വാഹനത്തിലിരിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഏത് സ്ഥലത്തിൽ കൂടി എടുത്തിട്ട് പോകാനായിട്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നും. നമുക്ക് ചെറിയ വാഹനം ചെറിയതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ താഴെ നമുക്ക് AC കൺട്രോൾസ് ഓട്ടോമാറ്റിക്കാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ നോബ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് നോക്കാം. വേണ്ട, സ്റ്റിയറിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്റ്റിയറിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 27,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. പ്ലാറ്റ്ഫോമൊക്കെ നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ഡോർ പാഡ്സ് ലെഫ്റ്റ് സൈഡിൽ ഓക്കെ ആയിട്ടിരിക്കുന്നു. സീറ്റ് കവേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സ് കാണാൻ പറ്റും. റിയറിലെ സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫും നല്ല വൃത്തിയായിട്ട് തന്നെ റൂഫും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെയും ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു അതിൻ്റെ വ്യത്യാസം നമുക്ക് കൂടെ കാണാൻ പറ്റും. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇതിൻ്റെ വെൻറ്റും കാര്യങ്ങളൊക്കെ പോയതാണോ, അതൊക്കെ നമുക്ക് എടുത്തു വരേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡാർക്ക് തീമിൽ തന്നെയാണ് ഡോർ പാഡ്സും പോയേക്കണം. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാർസൽ ട്രേ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന പാർസൽ ട്രേ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ ബാഗും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിഡ് ഒന്ന് അപ്പ് ചെയ്യണം.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടിഗോറിൻ്റെ എഞ്ചിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ ഓപ്ഷനിൽ നിൽക്കുന്ന എഞ്ചിനാണ്, ഓട്ടോമാറ്റിക്കാണ്. പിന്നെ കിലോമീറ്റർ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ നമുക്ക് വരാനില്ല. ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല പവർഫുൾ ബാറ്ററിയാണ് വന്നേക്കണം. അതേപോലെ തന്നെ അതിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു പേസ്റ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ റിവോട്ടോൺ എഞ്ചിനാണ് അവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യാണ്. ലിഡ് അപ്പ് ചെയ്തിട്ട് നമുക്ക് ബൂട്ട് നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അല്ല, എത്ര ശതമാനം ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ന്യായമായിട്ടുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര കൺജസ്റ്റഡൊന്നുമില്ല, കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കാം. എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടയർ കണ്ടീഷനിലേക്ക് നോക്കാം. ടയർ കണ്ടീഷൻ എന്താണ് അവസ്ഥ നോക്കാം. ടയേഴ്സ് കുറച്ച് ഗ്രിപ്പ് കുറവാണ്, എന്നാലും കുഴപ്പമില്ലാത്ത ടയർ ആണ്. അതേപോലെ തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ ഈ ഒരു ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇന്ന് നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിഗോർ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ട് കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. ജസ്റ്റ് 27,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. സെഡാനാണ്. ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള സെഡാനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സേഫായിട്ടും അതേപോലെ തന്നെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന നല്ലൊരു കലക്കം വണ്ടിയാണ് ഈ ഒരു ടാറ്റയുടെ ടിഗോർ. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാവുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ടിഗോറിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 5,40,000 രൂപയാണ്. 5.40 lakhs. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തതാണ്. അപ്പോൾ അതിനകത്തേക്ക് വോയിസോ മെസ്സേജോ ഇട്ടേക്കാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടിഗോറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.